ഒരാൾ പറഞ്ഞു, ഇന്നലെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പറഞ്ഞു, അദ്ദേഹം നാദാപുരത്തോ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവം, ഒരു പെണ്ണ് ഡോക്ടറെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്തോ ഒരു അസ്വാഭാവിക തോന്നിയപ്പോൾ ഇദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ആ പെണ്ണ് പറയാണ്, എന്ത് ഡോക്ടറോട് ഇങ്ങനെ പറയാണ്, എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നവരെ ഞാൻ എന്ത് ചെയ്യും, സ്ഥിരമായിട്ട് ഇവിടെ സന്ദർശിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവരൊരു അഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കി പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അവൾക്ക് സ്വന്തമായിട്ടൊരു സാൻട്രോ കാറുണ്ട്, അവൾ തന്നെ ഓടിച്ചു വരികയാണ്. അപ്പോൾ നമ്മള് ഗൾഫുകാരായ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നാട്ടിൽ പോവാതെ കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട. കുറേ കച്ചവടക്കാർ, ഭയങ്കര പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന കച്ചവടക്കാരുണ്ട്. പൈസ ഒക്കെ വരും പോകും. സ്വന്തം കുടുംബം നമ്മളവിടെ ഇല്ലാത്ത ആ ഒരു ഗ്യാപ്പിൽ, ചിലപ്പോൾ നാട്ടിലെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഡോക്ടർമാരോ പത്രം ഇട്ട് കൊടുക്കുന്നവരോ ആരൊക്കെയോ എന്തൊക്കെയോ പലതരത്തിലുള്ള പുരുഷ ബന്ധങ്ങളും ഒക്കെ നടക്കുന്ന കാലമാണ്. പെണ്ണിങ്ങനെ കൂളായിട്ട് പറയാൻ, എന്റെ ഭർത്താവ് വരുന്നവരെ ഞാൻ വരണ്ടേന്ന്. അപ്പോ ഇയാൾ ഞെട്ടിപ്പോയി. എന്താ അറിയുന്ന ഒരു അയൽപക്കത്തുള്ളൊരു പെണ്ണാണ് ഈ പറഞ്ഞത്. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥകൾ നാട്ടിൽ വരുന്നത് കൊണ്ട് നമ്മുടെ പണ്ടൊക്കെ 6 മാസത്തിൽ പോണെന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ മസലൊക്കെ ഒന്നും ഇങ്ങോട്ട് ആഞ്ഞു പിടിച്ചിട്ടേ 6 മാസം ഒന്നും പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഉള്ള പെണ്ണുങ്ങളുണ്ടാവും. ചിലപ്പോ എന്ത് ചെയ്യാ, നാട്ടിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടും പോകാതിരിക്കുന്നതൊക്കെ വളരെ ഗുരുതരമായ വീഴ്ചയാണ്. ഒന്നുകിൽ നമ്മൾ അവരുടെ കൂടെ, അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ, അല്ലെങ്കിൽ അതിനൊക്കെ പറ്റുന്ന തഖ്വയും അത്രയും ഇൽമും ഒക്കെ കൊടുത്ത് ഈമാനുണ്ടാക്കി കൊടുത്തിട്ട് വരിക. ഇതൊന്നും ഇല്ലെങ്കിൽ വലിയ വലിയ അപകടങ്ങൾ നടക്കാൻ പോവാണ്. അതുകൊണ്ട് നമുക്കും ചില ബാധ്യതകളുണ്ട്. പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധ ഉണ്ടാവുക. എന്താണ് നാട്ടിലൊക്കെ നടക്കുന്നത്, ഇവർ എങ്ങോട്ടൊക്കെ പോണത്, ചായ പിടുത്തന്നെ പോവാണ്, വണ്ടിയും ഫോണും എല്ലാ സൗകര്യങ്ങളുമാണല്ലോ. അപ്പോ അത്രയും വലിയ മോശപ്പെട്ട സംഗതികളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതും പരസ്യമായ രഹസ്യങ്ങളാണ്, ഓരോ നാട്ടിലുണ്ട് അത്തരം വിഷയങ്ങളൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികളൊക്കെ, ഭാര്യ, ഉമ്മമാർ, സഹോദരിമാരൊക്കെ അല്ലാഹു എല്ലാ തിന്മകളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ദുആയിരക്കാൻ വേണ്ടി മരണപ്പെട്ട ഉമ്മയുടെ 4 വർഷം മരണപ്പെട്ട് കഴിഞ്ഞ് 4 വർഷം കഴിയാണ്. അല്ലാഹു ഉമ്മാക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മകളുടെ കുട്ടി പ്രസവിച്ച് തൂക്കം കുറവ് കാരണം വെന്റിലേറ്ററിലാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് കുഞ്ഞിന് അല്ലാഹു പരിപൂർണമായ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് സൗകര്യങ്ങൾ ഉണ്ടായി കിട്ടാൻ വേണ്ടി ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഇവിടെ ഖൈറായ ഇസ്സത്തുള്ള രീതിയിലുള്ള ഒരു ഭവനം അല്ലാഹു നൽകട്ടെ. പ്രയാസവും കടമൊക്കെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല അതിന് പരിഹാരവും കടം വീടാനുള്ള വഴിയും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. മക്കളുടെ പഠനത്തിൽ ഉന്നത വിജയം ഉണ്ടാവാൻ വേണ്ടി ദുആയിരക്കാൻ വേണ്ടി പറയാൻ. അതിലൊരു കാര്യം കൂടെ പറയുന്നു, നാട്ടിലൊക്കെ ഡിഗ്രിക്ക് പഠിച്ചു കഴിയുന്ന മക്കളിലാണ് ഈ തരത്തിലുള്ള ലവ് അഫെയറും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. വാപ്പ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്ന, നാട്ടിലെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്ന വാപ്പയാ. മോളുടെ നിക്കാഹ് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. മോള് പറയാ, നിങ്ങൾ എന്നെ കെട്ടാൻ വരണ്ട, എനിക്ക് വേറെ ഒരു ഫാൻസി കടക്കാരനായ ചെറുക്കനായിട്ട് ഓള് ലവിലാണല്ലോ. ഇവന്ത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. എന്താ ഇപ്പൊ ചെയ്യാൻ? വാപ്പാനെ അറിയിക്കാനും വയ്യ. വാപ്പത് കേട്ടാ ബോധം കെട്ട് വീഴും. 3 പെൺമക്കളായാലും മൂത്ത മോളാണ് ഇപ്പത്, +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും പറയാ, ഞങ്ങൾക്ക് വേർപിരിയാൻ പറ്റാത്ത ബന്ധാണ്. നിക്കാഹ് കഴിഞ്ഞപ്പോൾ ഇരിക്കുകയാണ്. കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളുമായി. കല്യാണം ഉറപ്പിച്ചു വെക്കുമ്പോഴാണ് പറയണത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വഫിയ കോഴ്സുകളെ പോലെ നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ നല്ല ദീനി ചുറ്റുപാടുകളിൽ വളർന്നും പഠിക്കാനുള്ള സാഹചര്യങ്ങൾ. SLC കഴിഞ്ഞ പെൺകുട്ടികൾക്കാണ് നമുക്ക് വഫിയ കോഴ്സ് നൽകുന്നത്. അവർക്ക് 8 വർഷം തന്നെയാണോ? 5 വർഷം. പെൺകുട്ടികൾക്ക് 5 വർഷമാണ്. ആൺകുട്ടികൾക്ക് 8 വർഷത്തെ കോഴ്സാണ് വാഫി കോഴ്സിന്. അപ്പൊ ദീനി ചുറ്റുപാടുകളിൽ മക്കളെ പഠിപ്പിക്കാനുള്ള ഒരു വലിയ അനിവാര്യത നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. വളരെ ചാലഞ്ചിങ് ആണ്. എത്രയോ നല്ല മക്കൾ നല്ല ഹിജാബിലും അടക്കത്തിലും ഒതുക്കത്തിലും നല്ല അച്ചടക്കത്തിൽ പഠിച്ചു വരുന്ന മക്കൾ നമുക്കുണ്ട്. നല്ല എഞ്ചിനീയർമാരും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ലാത്ത നല്ല മക്കളുണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷെ അതിലും ഇടക്കൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ അശുഭകരമായി ചിലത് കേൾക്കേണ്ടി വരുമ്പോൾ വലിയ വിഷമവും വേദനയും തോന്നുന്നുണ്ട്. അള്ളാഹു നമ്മുടെ കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസവും നല്ല അച്ചടക്കവും ദീനീ ബോധവും തഖ്വയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.